ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ഓഫ് ബഡ്ജറ്റ്സ് ബോറോയിങ്സിലൂടെ നടത്തുന്ന വിഭവ സമാഹരണവും അത് വിനിയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സമഗ്രവും സർവ്വതോന്മുഖവുമായ ലോക നിലവാരത്തിലേക്ക് ഈ നാടിനെ എത്തിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് അടിത്തറ ഒരുക്കിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അഭൂതപൂർവമായ വികസനത്തിലെല്ലാം കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 4-5 പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എരുമേലി ശബരിമലയുടെ പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിൽ ലോകത്തെല്ലായിടത്തുനിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഉള്ള സൗകര്യമൊരുക്കുന്നതിന് 15 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഒരിടത്താവള പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അത് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും എല്ലാമുള്ള ഈ നിയോജകമണ്ഡലത്തിലെ ഏക കോമ്പൗണ്ടാണ് പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് 5 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയം, ബഹുതല ഹയർ സെക്കൻഡറി വിഭാഗത്തിനുള്ള ബഹുതല കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിലൂടെ പൂർത്തീകരിച്ച് അവിടെ ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വാഗമൺ റോഡ്, ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണിലേക്കുള്ള 24 കിലോമീറ്റർ റോഡ് കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. ആ വാഗമണിലേക്കുള്ള റോഡ് ഏതാണ്ട് 60 വർഷം മുമ്പ് നിർമ്മിച്ചത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആധുനിക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വീതി കൂട്ടി നിലവാര വർധനവോടുകൂടി നിർമ്മിക്കുന്നതിനാവശ്യമായ 64 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന മന്ദിരം മുമ്പ് പഞ്ചായത്തായിരുന്ന അവസരത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ ചെറിയ സൗകര്യങ്ങളുള്ള പരിമിതമായ സൗകര്യങ്ങളുള്ള ഓഫീസ് കെട്ടിടമാണ്. അതിന് പകരം പുതിയ മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് 7,68,00,000 രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഐസൊലേഷൻ വാർഡ്, സാംക്രമിക രോഗങ്ങളടക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഐസൊലേഷൻ വാർഡ് 1,30,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചതും കിഫ്ബി ഫണ്ട് കൂടി ഉൾപ്പെടുത്തിയാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഗതാഗത രംഗത്തും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം
കിഫ്ബി ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തുടർന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവേണ്ടത് ഈ നാടിന് വളരെ ഗുണകരമായ വികസന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കും എന്നാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.